എല്ലാ നേരങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഓരോ മനുഷ്യർ തന്നെ എല്ലാ നേരവും ഒരേപോലെ ഇരിക്കണം എന്ന് നിർബന്ധമില്ല. ഏതു നേരവും ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രം കാണുന്ന, എപ്പോഴും ചിരിക്കാൻ മാത്രം അറിയാവുന്ന ആരെയും അക്ഷരം തെറ്റാതെ മനുഷ്യനെന്ന് വിളിക്കാനാവില്ലല്ലോ. ഫോണിലേക്ക് വരുന്ന കോളുകൾ എടുത്ത് സംസാരിക്കാനോ ഫോണിൽ നിറയുന്ന മെസ്സേജുകൾക്ക് മറുപടി നൽകാനോ പോലും മനസ്സ് സമ്മതിക്കാതെ വരാറില്ലേ? നമ്മൾ കടന്നു പോകുന്ന മോശപ്പെട്ട സമയങ്ങളൊന്നും മറ്റൊരാളെയും ഒരു വാക്കിൻ്റെ പുറത്ത് പോലും വേദനിപ്പിക്കരുത് എന്നോർത്ത് തന്നെയാണ് പലപ്പോഴും അത്തരം തീരുമാനങ്ങളിൽ നാം എത്തുക എന്നുള്ളത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളെയും പലപ്പോഴും കടന്നു പോകേണ്ടി വരുന്ന ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സമയങ്ങളെയും ഡിപ്രഷൻ എന്നൊക്കെ വിളിച്ചപമാനിക്കുന്നത് എത്ര മോശപ്പെട്ട കാര്യമാണ്. കരയുന്നതും വേദനിക്കുന്നതും ചേർത്ത് പിടിക്കേണ്ട മനുഷ്യർ ഒത്തിരി ദൂരത്താവുമ്പോൾ കാത്തിരിക്കുന്നതോ ഒരിത്തിരി നേരം ഒറ്റയ്ക്കിരിക്കുന്നതോ ഒക്കെ ഒരു തെറ്റായി കാണാൻ ആവില്ലല്ലോ. ഓരോ സമയങ്ങളിലൂടെ കടന്നു പോവാനും അതിനെയെല്ലാം അതിജീവിക്കാനും കഴിയുന്നതും എത്ര മനോഹരമാണ്. മോശപ്പെട്ട കാലങ്ങളെ അതിജീവിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളുടെ കൂടെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുന്നത് തന്നെയല്ലേ മനുഷ്യനെന്ന വ്യക്തിയെ ഇത്രമേൽ ഭംഗിയുള്ളതാക്കുന്നത്. ഉള്ളിലൊരു കടലോളം സ്നേഹമുണ്ടെങ്കിലും തുറന്നു പറയാൻ മടി കാണിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാൻ കൊതിക്കുമ്പോഴും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ട്. തുറന്നു പറയാൻ മടി കാണിക്കുന്നത് കൊണ്ട് മാത്രം നഷ്ടങ്ങളായി പോകുന്ന എത്രയെത്ര പ്രണയങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് പലപ്പോഴും എളുപ്പമായിരിക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ താൽപ്പര്യം നന്നേ കുറവാണ്. സുഹൃത്തുക്കൾ വളരെ സഹായകരമാണ്. കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കും എന്നതിനാൽ മാത്രമല്ല, അവർ നമ്മെ നോക്കി ചിരിക്കുന്നു. അവയിലൂടെ നാം അല്പം വസ്തുനിഷ്ഠതയും അല്പം എളിമയും മര്യാദയും ഒക്കെ പഠിക്കുന്നു. നമ്മൾ ജീവിത നിയമങ്ങൾ പഠിക്കുകയും ജീവിതത്തിലെ മികച്ച അഭ്യാസിയായി മാറുകയും അവർ കാരണം ചെയ്യുന്നു. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം വിജയം. പലപ്പോഴും തനിക്ക് ആകർഷണം തോന്നുന്ന പെൺകുട്ടിയോട് പുരുഷന്മാർ കൂടുതൽ സൗമ്യമായും എളിമയോടും പെരുമാറുന്നു. എന്നാൽ പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെ പെരുമാറുന്ന പുരുഷന്മാരെ പെൺകുട്ടി തൻ്റെ സൗഹൃദ മേഖലയിലേക്കാണ് പരിഗണിക്കാറെന്ന് പഠനങ്ങൾ പറയുന്നു. നിങ്ങളുടെ മുഖത്ത് ഭയം നിൽക്കുന്നത് വ്യക്തമായി കാണാൻ കഴിയുന്നത് പോലെയുള്ള ഓരോ അനുഭവത്തിലൂടെയും നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ ഭയം തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ആയുധങ്ങളാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴിയാണ് പുഞ്ചിരി. കൂടാതെ നിശബ്ദതയാണ് പല പ്രശ്നങ്ങളും ഒഴിവാക്കാനുള്ള വഴി. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. ഒരു പക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ നിങ്ങൾ ഇനിയും കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തെന്ന്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കടന്നു പോകുന്ന വേദന ഒന്നുമല്ലാതാകുന്ന ഒരു ദിവസവും അതുപോലെ തന്നെ നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ജീവിതവും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. മടുപ്പ് തോന്നുന്നതുവരെ എല്ലാം മനോഹരമാകും. മറ്റൊരാൾ വരുന്നതുവരെ പരിഗണനയിൽ മുന്നിലുണ്ടാകും.
മറച്ചു വെക്കുന്നത് വരെ ഒന്നും മാറ്റി പറഞ്ഞിട്ടും ഉണ്ടാകില്ല. ചില മനുഷ്യരങ്ങനെയാണ്. മാറ്റം ശ്രദ്ധിച്ചാൽ മതി. ഒരാളുടെ മുമ്പിലും സ്നേഹത്തിൻ്റെ പേരിൽ വിഡ്ഢിയാകില്ല. സൗഹൃദം ചിലപ്പോൾ ഒരു അത്ഭുതമാണ്. എന്നും കൂടെയുണ്ടാവും എന്ന് പറഞ്ഞ് കൂടെ കൂട്ടി അവർ ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമഘട്ടത്തിൽ നമ്മെ വിട്ടകന്നു പോകും. ചിലപ്പോൾ എങ്ങു നിന്നോ അറിയാതെ പെട്ടെന്ന് ഒരു നാൾ കയറി വന്ന് ചിലർ അവസാനം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ജീവിതത്തിൽ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്താൻ ചിലരുണ്ടെങ്കിൽ മറുവശത്ത് നമ്മെ ചേർത്തു നിർത്താനും തീർച്ചയായും ചിലരുണ്ടാകും. കാത്തിരിക്കണമെന്ന് മാത്രം. ജീവിതത്തിൽ ഒന്നിൻ്റെയും ഇരയായി മാറരുത്. എല്ലാത്തിൻ്റെയും വിജയിയായി നിങ്ങൾ മാറണം. വ്യക്തമായി ലക്ഷ്യങ്ങളില്ലാത്തവരാണ് ജീവിതത്തിൽ മടിയന്മാരായി മാറുന്നത്. പരാജയത്തിൻ്റെ വേദന താൽക്കാലികം മാത്രമാണ്. എന്നാൽ ഭയന്ന് നഷ്ടപ്പെടുത്തുന്നത് ജീവിതമായിരിക്കും. നിന്റെ ഉള്ളിലെ പരാജയത്തിന് ഭക്ഷണം നൽകിയാൽ ജീവിതം മുഴുവൻ നീ പരാജയം നേരിടേണ്ടി വരും. നിയോഗം തിരിച്ചറിയാതെയുള്ള ജീവിതം ജലത്തിൽ ഒഴുകി നടക്കുന്ന പൊങ്ങുതടിയെപ്പോലെയാണ്. നിങ്ങളുടെ ചിന്തകളെ കൈകാര്യം ചെയ്യാൻ അറിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടങ്ങളിൽ നാം ആരാണെന്നും നമ്മുടെ ഉള്ളിലെ ശക്തി എന്താണെന്നും തിരിച്ചറിയും. ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടാവുന്നതാണ് എല്ലാ വിജയത്തിൻ്റെയും തുടക്കം. ഏറ്റവും നല്ല നിക്ഷേപം അവനവനിൽ തന്നെ നിക്ഷേപിക്കുക. ജീവിതത്തിൽ വിജയിക്കാൻ നിസ്സാരമായ കാര്യങ്ങളോട് നോ പറയണം. ഏറ്റവും മികച്ച സമയത്തിനായി കാത്തിരിക്കുന്നവർ തൻ്റെ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവരായിരിക്കും. ചിലത് നഷ്ടപ്പെടും എന്നുള്ള ഭയമാണ് ജീവിതത്തിൽ പൊരുതാനുള്ള കരുത്ത് നൽകുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണ് നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും ബാധിക്കുന്നത്. ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് സമയവും ക്ഷമയും അതുപോലെ തന്നെ പ്രയത്നവും ആവശ്യമാണ്. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് സ്ഥിരമല്ലാത്ത അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയോ പരാജയത്തിൽ അഗാധമായി ദുഃഖിക്കുകയും ചെയ്യേണ്ടതില്ല. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് സ്ഥിരമല്ലാത്ത അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി സന്തോഷിക്കുകയോ പരാജയത്തിൽ അഗാധമായി ദുഃഖിക്കുകയും ചെയ്യരുത്. മറ്റാരും ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിലകൊള്ളുക. ജീവിതം എല്ലാവരെയും അവരുടെ സ്വന്തം സാഹചര്യങ്ങളിൽ തന്നെ തിരക്കിലാക്കുന്നു. ദൈവം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാനും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ ധൈര്യമായി മാറ്റുവാനും അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാനുമുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അത് ശരിയായി ഉപയോഗിക്കാനുമുള്ള വിവേകം നമ്മൾ കാണിച്ചാൽ മാത്രം മതി. നിങ്ങൾ വളരെ കാലം തനിച്ചാണെങ്കിൽ നിങ്ങൾ ഏകാന്തതയെ അംഗീകരിക്കും. ഒറ്റയ്ക്കായിരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു എങ്കിൽ നിങ്ങൾ യഥാർത്ഥ കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. പ്രശ്നങ്ങളിൽ പതറാതെ അതിൻ്റെ കാരണവും പരിഹാരവും തേടണം. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ മുൻകരുതലും മുന്നൊരുക്കവും എങ്ങനെ വേണമെന്ന് നമുക്ക് പഠിക്കാം. മനോഹരമായ ഒരു ഹൃദയം 1000 മനോഹരമായ മുഖങ്ങളേക്കാൾ മികച്ചതാണ്. അതിനാൽ മുഖങ്ങളേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനാകാൻ സ്വയം പഠിപ്പിക്കുക. എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക. ഇപ്പോൾ നടുന്നത് നിങ്ങൾക്ക് പിന്നീട് വിളവെടുക്കുക. ദേഷ്യം അത് കള്ളത്തരം മൂടിവെക്കാൻ പോകുന്ന അവൻ്റെ മുഖംമൂടിയാണ്. മൗനം അത് ക്ഷമിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണ്. കണ്ണുനീർ അത് മനസ്സ് മുറിപ്പെട്ടവൻ്റെ മുഖംമൂടിയാണ്. പുഞ്ചിരി അത് സങ്കടം മറക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുഖംമൂടിയാണെന്ന് മനസ്സിലാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.